സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ 18-കാരിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇൻസ്റ്റാഗ്രാം വഴിയാണ് പെൺകുട്ടിയും കേസിൽ അറസ്റ്റിലായ ബിനോയും തമ്മിൽ പരിചയപ്പെട്ടത്. ഇരുവരും തമ്മിൽ 2 വർഷത്തോളം പ്രണയത്തിലായിരുന്നു. അക്കാലത്ത് റിസോർട്ടിലും വീട്ടിലും വെച്ച് ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയതായി പോലീസ് കോടതിയെ അറിയിച്ചു. പ്രതി പെൺകുട്ടിക്ക് ഗർഭചിത്രം നടത്തുന്നതിനായി ഗുളികകൾ വാങ്ങി നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തണം. പെൺകുട്ടിയെ കൊണ്ടുപോയ വാഹനങ്ങൾ കണ്ടെത്താനും മറ്റിടങ്ങളിൽ തെളിവെടുപ്പ് നടത്താനും 3 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. തുടർന്ന് ബിനോയെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അതേസമയം മറ്റാരെയോ രക്ഷിക്കാൻ വേണ്ടി ബിനോയെ കേസിൽ കുടുക്കിയതാണെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. പീഡനം നടന്നത് പ്രായപൂർത്തിയാകും മുൻപാണെന്ന് വ്യക്തമായതോടെയാണ് പോക്സോ ചുമത്തിയത്. അനധികൃതമായി ഗർഭചിത്രം നടത്തിയതിന് 312 വകുപ്പും ചുമത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത ബിനോയെ CGM കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. പെൺകുട്ടിയെ എത്തിച്ച് പീഡിപ്പിച്ച സ്ഥലങ്ങളിൽ ബിനോയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. വർക്കലയിലടക്കം പോലീസ് പരിശോധന നടത്തി. പെൺകുട്ടിയുടെ അനുജനിൽ നിന്നും ഞെട്ടിക്കുന്ന മൊഴിയാണ് പോലീസിന് കിട്ടിയത്. ജൂൺ 10-നാണ് പെൺകുട്ടി വീട്ടിനുള്ളിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയ പെൺകുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജൂൺ 16-ന് രാത്രി മരിക്കുകയായിരുന്നു. ബിനോയുടെ ഫോണിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചതെന്ന് പോലീസ് അറിയിച്ചു. ജീവനൊടുക്കിയതിന്റെ തലേ ദിവസം അമ്മയ്ക്ക് അയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിൽ വീട് മാറണമെന്നല്ലാതെ പെൺകുട്ടി മറ്റൊന്നും പറഞ്ഞിരുന്നില്ല. മുറിയിൽ വാതിലടച്ചിരിക്കുകയായിരുന്നു. തന്റെ മരണത്തിന് ആരും ഒന്നും ചെയ്തിട്ടില്ലെന്നും ഈ ലോകത്ത് ജീവിക്കേണ്ടെന്നും മുറിയിൽ നിന്നും കണ്ടെടുത്ത ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നു. ബിനോയോട് പറയണം സന്തോഷമായിരിക്കാൻ, ഇനി തോൽവികൾ ഏറ്റുവാങ്ങാൻ സാധിക്കില്ല എന്നും കുറിപ്പിലുള്ളതായി പോലീസ് പറഞ്ഞു. കൗൺസിലിംഗ് വിധേയായി പെൺകുട്ടി 2 മാസമായി മരുന്ന് കഴിച്ചു വരികയായിരുന്നു. ബിനോയുടെ സുഹൃത്തുക്കൾ പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും ബന്ധുക്കൾ പറഞ്ഞതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.